പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ഒന്നാമതായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മാച്ച് കാർഡുകളെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യത്തേത് ഡൊമിനിക് മൈസ്റ്റീരിയോ വേഴ്സസ് റെയ് മിസ്റ്റീരിയോ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വുമൻസിൻ്റെ ലേഡർ മത്സരത്തിലെ ക്വാളിഫയിങ് മത്സരമായി സോയി സ്റ്റാർക്ക് വേഴ്സസ് ഐവി നൈൽ വേഴ്സസ് ഡക്കോട്ട കായ് തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. മെൻസ് ലേഡർ മത്സരത്തിലേക്കുള്ള ക്വാളിഫയിങ് മത്സരമായി ഷെയ്മസ് വേഴ്സസ് ഡ്രൂ മാക്കൻറ്റയർ വേഴ്സസ് ഇല്യ ഡ്രാഗ്നോവ് തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ സെലീന വെഗയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരവും അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡ്രൂ മാക്കൻറ്റയർ എന്ന റെസ്ലറുടെ ക്യാരക്ടർ ഡീറ്റെയിലിംഗ് ആണ്. ഓരോ റെസ്ലിംഗ് ആരാധകനും പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റുകൾ തന്നെയാണ് ഡ്രൂ മാക്കൻറ്റയർ അദ്ദേഹത്തിൻ്റെ പ്രൊമോയിലും അദ്ദേഹത്തിൻ്റെ സെഗ്മെൻറ്റുകളിലും ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഡ്രൂ മാക്കൻറ്റയറിൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. അതിൽ ഡ്രൂ മാക്കൻറ്റയർ വന്നിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ CM പങ്കിനെ ആക്രമിച്ചതിനെ സംബന്ധിച്ചും CM പങ്കിൻ്റെ കയ്യിൽ അദ്ദേഹം ഇട്ടിരുന്ന ബ്രേസ്ലെറ്റ് ഊരി ഡ്രൂ മാക്കൻറ്റയർ കൈവശപ്പെടുത്തിയതിനെ സംബന്ധിച്ചുമാണ്. അതായത് ഡ്രൂ പറയുന്നത് CM പങ്കിൻ്റെ ഫാമിലി, അതായത് CM പങ്കിൻ്റെ വൈഫ്, CM പങ്കിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോഗായ ലാരി, ഇവരുടെ പേരെഴുതിയ ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു CM പങ്ക് കയ്യിൽ ധരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഡ്രൂവിൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ CM പങ്കിൻ്റെ ഒപ്പം ആരുമില്ല എന്നുള്ളൊരു തോന്നൽ CM പങ്കിന് എപ്പോഴും ഉണ്ടാകണം, എനിക്കെതിരെ എപ്പോഴും വരാനുള്ള ഒരു പേടി CM പങ്കിന് ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് താൻ അത് ചെയ്തത് എന്നുള്ളതാണ് ഡ്രൂ പറഞ്ഞത്. പിന്നീട് ഡ്രൂ മാക്കൻറ്റയർ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ MITV ക്വാളിഫൈ മത്സരം ആദം പിയേഴ്സ് എന്ന റോ ജനറൽ മാനേജറോട് ചോദിച്ചു വാങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ഓരോ റെസ്ലിംഗ് ആരാധകനും പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ചർച്ചയിൽ പറഞ്ഞു പോകുന്ന പോയിന്റുകളാണ് ഡ്രൂ പറയുന്നത്. തിരികെ വന്ന സെത്തിന് പെട്ടെന്ന് ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി കൊടുത്തു. ഒരു റഫറിയുടെ കുപ്പായം അണിഞ്ഞു വന്ന CM പങ്കിനെതിരെ ഒരു നടപടിയും WWE മാനേജ്മെൻറ്റ് എടുത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് പിന്നെയും ഡ്രൂ മാക്കൻറ്റയറിന് ഒരു അവസരം നിഷേധിക്കപ്പെടുന്നു? ആ ഒരു ചോദ്യം തന്നെയാണ് ഡ്രൂ മാക്കൻറ്റയറും ചോദിച്ചത്. അപ്പോൾ ഓരോ റെസ്ലിംഗ് ആരാധകനും ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റുകളിലൂടെയാണ് നിലവിൽ ഡ്രൂ മാക്കൻറ്റയറിൻ്റെ ക്യാരക്ടർ ഡീറ്റെയിലിംഗ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി സോഷ്യൽ മീഡിയയിൽ WWE സംബന്ധിച്ച് ആരാധകർ എന്തൊക്കെ ചർച്ചകളാണ് നടത്തുന്നത് എന്നുള്ളത് ക്രിയേറ്റീവ് ടീം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് ഡ്രൂ മാക്കൻറ്റയറിൻ്റെ ക്യാരക്ടറിലും അവർ ഓരോ പോയിന്റുകളും കൂട്ടിച്ചേർക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് ലുഡ്വിഗ് കൈസറിന് ഇഞ്ചുറി പറ്റിയോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ ലുഡ്വിഗ് കൈസറും ബ്രോൺ ബ്രേക്കറും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. മത്സരം പാസ്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. മത്സരത്തിൽ ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്കിന് പോകുന്നതിന് മുൻപ് തന്നെ ഒരു കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ബ്രോൺ ബ്രേക്കർ ചാടിക്കൊണ്ട് ലുഡ്വിക്കിനെ ആക്രമിക്കുന്നുണ്ട്. അതിനുശേഷം ലുഡ്വിക്ക് അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വയറ്റിൽ പിടിച്ചുകൊണ്ടാണ് മത്സരത്തിൽ പിന്നീടുള്ള മിനിറ്റുകൾ തള്ളി നീക്കിയത്. അപ്പോൾ ലുഡ്വിക്കിന് ഇഞ്ചുറി പറ്റിയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മത്സരം അവസാനിക്കുന്നത് ഡിസ്ക്വാളിഫിക്കേഷനിൽ ായിരുന്നു. ഷെയ്മസിൻ്റെ ഇൻ്റർഫിയറൻസും തുടർന്നുള്ള ചെറിയ ഒരു ഫൈറ്റും അതിനുശേഷം പിന്നീട് ഇവരുടെ ഭാഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം PW ഇൻസൈഡറും ഫൈറ്റ്ഫുൾ സെലക്റ്റും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ലുഡ്വിഗ് കൈസറിന് ഇഞ്ചുറി പറ്റി എന്നുള്ളതാണ്. ലുഡ്വിഗ് കൈസറിനെ പിന്നീട് മെഡിക്കൽ സ്റ്റാഫ് ബാക്ക് സ്റ്റേജിൽ വലിയ രീതിയിലുള്ള ഒരു നിരീക്ഷണത്തിൽ ആയിരുന്നു എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലുഡ്വിക്കിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിൽ അദ്ദേഹത്തിന് കുറേയധികം പ്ലാനുകൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഈ ഒരു ഇഞ്ചുറി താരത്തിന് നേരിടേണ്ടി വന്നാൽ അത് ലുഡ്വിക്കിൻ്റെ ഭാവിയെ ഉള്ള പ്ലാനുകളെ നല്ല രീതിയിൽ ബാധിക്കും. ഓൾറെഡി ജർമ്മനിയിൽ വെച്ച് ബാഷൻ ബെർലിൻ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് WWE ഇപ്പോൾ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്നുള്ള ഒരു റെസ്ലറാണ് ലുഡ്വിക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ ലുഡ്വിക്കിന് അതിൽ ഒരു ഗംഭീര സ്പോട്ട് കൊടുക്കാനുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഇഞ്ചുറി നേരിട്ടാൽ അത് ലുഡ്വിക്കിൻ്റെ എല്ലാ പ്ലാനുകളെയും തകിടം മറിക്കും. നാലാമത്തെ അപ്ഡേറ്റ് മണി ഇൻ ദ ബാങ്കിലേക്ക് പുതിയ മത്സരങ്ങൾ കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. ലുഡ്വിഗ് കൈസർ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള ഒരു മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിച്ചതിന് ശേഷം ബ്രോൺ ബ്രേക്കർ പോയി ആദം പിയേഴ്സിനോട് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് സാമി സെയിൻ തന്നെ ബ്രോൺ ബ്രേക്കറിനെതിരെ ആ ഒരു മത്സരം, ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഈ IC ടൈറ്റിൽ മത്സരം കൺഫേം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നടന്ന റോ എപ്പിസോഡിലെ ക്വാളിഫയിങ് മത്സരത്തിൽ ലൈറ വാൽക്കീരിയ വിജയിച്ചുകൊണ്ട് വുമൻസിൻ്റെ മണി ഇൻ ദ ബാങ്കിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. അതുപോലെ ജാഡ് ഗേബിൾ വിജയിച്ചുകൊണ്ട് ജാഡ് ഗേബിളും മെൻസ് ലേഡർ മത്സരത്തിലേക്കും ക്വാളിഫൈ നേടിയിട്ടുണ്ട്. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് മെയിൻ ഇവൻറ്റിലെ മത്സരത്തെ സംബന്ധിച്ചാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. വളരെ അപ്രതീക്ഷിത
അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഓസം ട്രൂത്ത് ഈ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള കാരണം ലിവ് മോർഗൻ പോയിട്ട് ആർ-ട്രൂത്തിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിലൂടെയാണ്. അങ്ങനെ ഇവർ ഈ ഒരു ടൈറ്റിൽ ജഡ്ജ്മെൻറ്റ് ഡേയിലെ ഫിൻ ബാലർ, JD മക്ഡൊണാൾഡ് തുടങ്ങിയവർക്കെതിരെ ഡിഫെൻഡ് ചെയ്യുന്നു. മത്സരത്തിൽ ജഡ്ജ്മെൻറ്റ് ഡേയിലെ മറ്റ് താരങ്ങളുടെ ഒരു സഹായം, ലിവ് മോർഗൻ്റെ സഹായം തുടങ്ങിയവരിലൂടെ ജഡ്ജ്മെൻറ്റ് ഡേ ടീം പുതിയ ടാഗ് ടീം ചാമ്പ്യന്മാർ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോ എപ്പിസോഡിൻ്റെ ആ ഒരു ക്ലോസിംഗ് ഷോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവ് മോർഗൻ, JD മക്ഡൊണാൾഡ്, ഫിൻ ബാലർ ഇങ്ങനെ ഈ ചാമ്പ്യന്മാരായിട്ടുള്ളവർ ഒരുമിച്ച് നിൽക്കുന്നത് മറ്റൊരു സൂചന നൽകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് പുതിയ ജഡ്ജ്മെൻറ്റ് ഡേ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഓൾറെഡി ഡൊമിനിക് ഇപ്പോൾ ലേറ്റസ്റ്റായി അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഡൊമിനിക്കും ലിവ് മോർഗനും ഒരുമിച്ച് നൽകുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഡൊമിനിക് പതിയെ ലിവ് മോർഗൻ്റെ വഴിയിലേക്ക് പോകുകയാണോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഡെമിൻ പ്രീസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഡേയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. കൂടാതെ റിയ റിപ്ലി തിരികെ വരികയാണെങ്കിൽ എന്തായാലും ഡൊമിനിക്കിൻ്റെ ലിവ് മോർഗനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അത് അനുവദിക്കില്ല. അതിലൂടെ ഡൊമിനിക്കും റിയയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ പുതിയൊരു ജഡ്ജ്മെൻറ്റ് ഡേ വരാൻ പോകുകയാണോ അതോ ജഡ്ജ്മെൻറ്റ് ഡേക്കുള്ളിൽ തന്നെ നമ്മൾ ബ്രിട്ടനിലെ ഒരു സിവിൽ വാറൊക്കെ കണ്ടതുപോലെ ജഡ്ജ്മെൻറ്റ് ഡേ സിവിൽ വാറിനുള്ള ഒരു സ്റ്റോറിയുടെ ഒരു തുടക്കമാണോ എന്നുള്ളത് അങ്ങനെ പലയധികം സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ജഡ്ജ്മെൻറ്റ് ഡേയുടെ നിലവിലെ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് റോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. 6ാമത്തെ അപ്ഡേറ്റ്, ജഡ് ഗേബിൾ പുതിയൊരു ഫാക്ഷനായിട്ട് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കൂടുതൽ സൂചന റോയിലൂടെ നൽകിയിരിക്കുന്നു. മണി ഇൻ ദ ബാങ്കിലെ ക്വാളിഫയിങ് മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം വൈറ്റ് സിക്സിലെ മെമ്പറായ എബി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ വന്ന് ജഡ് ഗേബിളിനെ പേടിപ്പിക്കുന്നുണ്ട്. പിന്നീട് ബാക്ക് സ്റ്റേജിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ആൽഫ അക്കാദമി ടീം അംഗങ്ങളെ കണ്ട് ഒരുമിച്ച് നിൽക്കാമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ഓട്ടിസി അതിനെ സമ്മതിക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും ജഡ് ഗേബിളിൻ്റെ കൂടെ ചേരാൻ സാധിക്കുന്നില്ല. ജഡ് ഗേബിൾ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ക്രീഡ് ബ്രദേഴ്സും ഐവി നൈലും അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്തെങ്കിലും സഹായം വേണോ എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ റൂമേഴ്സ് പ്രകാരം ജഡ് ഗേബിളും ഈ ക്രീഡ് ബ്രദേഴ്സും കൂടിയിട്ടുള്ള ഒരു ഹീൽ ഫാക്ഷൻ, അവർ ഒരു ഫോർമേഷൻ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുമെന്നുണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് നിലവിൽ സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് ജഡ് ഗേബിളിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സെഗ്മെൻറ്റ് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചത്. ഏറ്റവും അവസാനത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവന്റിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റിപ്പുലേഷൻസിനെ സംബന്ധിച്ചാണ്. സെത്ത് റോളിൻസ് ആണ് ആ ഒരു മത്സരത്തിൽ പരാജയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ സെത്തിന് ഇനി ഡെമിൻ പ്രീസ്റ്റിൻ്റെ കൈവശം ആ ഒരു ടൈറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ ഒരു ടൈറ്റിലിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഇനി പ്രീസ്റ്റാണ് പരാജയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ പ്രീസ്റ്റ് സ്വമേധയ ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നുള്ള ഒരു സ്റ്റിപ്പുലേഷനുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റിപ്പുലേഷൻസ് വരാനുള്ള കാരണം ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ സഹായം മൂലമാണ് ഡെമിൻ പ്രീസ്റ്റ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ള ചെറിയൊരു കളിയാക്കൽ സെത്ത് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഡെമിൻ പ്രീസ്റ്റ് സെത്തിൻ്റെ ഈ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഗിന്ദർ വന്നുകൊണ്ട് ഗിന്ദറിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു പോയിന്റും ഇവർക്കിടയിൽ പറയുന്നുണ്ട്. ആര് വിജയിച്ചു വന്നാലും സമ്മർ സ്ലാമിൽ ഗിന്ദറിനെ ആയിരിക്കും നേരിടുക. അപ്പോൾ ഗിന്ദർ എന്തായാലും സമ്മർ സ്ലാമിൽ വിജയിക്കാൻ പോകുകയാണ്. അതിൽ നല്ലൊരു ആൾ കയറി വരട്ടെ, എന്തായാലും സമ്മർ സ്ലാമിൽ ഞാൻ പുതിയ വേൾഡ് ചാമ്പ്യൻ ആകും എന്നുള്ളതും അറിയിച്ചിരിക്കുന്നു. സെത്ത് വേഴ്സസ് ഡെമിൻ പ്രീസ്റ്റ് തമ്മിലുള്ള ആ ഒരു മത്സരത്തിൻ്റെ പ്രഡിക്ഷനായി എനിക്ക് പറയാനുള്ളത് അത് ഡെമിൻ പ്രീസ്റ്റ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത കൂടുതൽ എന്നുള്ളതാണ്. കാരണം ജഡ്ജ്മെൻറ്റ് ഡേക്കുള്ളിൽ തന്നെ ഇപ്പോൾ തന്നെ കുറേയധികം സ്റ്റോറി അവർ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒറ്റയടിക്ക് ഡെമിൻ പ്രീസ്റ്റ് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലേക്ക് അവർ കാണിക്കില്ല. അതിന് ഇനിയും കുറച്ച് സ്റ്റോറി ലൈനുകളിൽ കൂടി അവർ കാണിക്കേണ്ടതുണ്ട്. അതിന് മുൻപ് റിയയുടെ ഒരു റിട്ടേൺ ഒക്കെ അവർ കാണിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും നമുക്ക് ഡെമിൻ പ്രീസ്റ്റ് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായി കാണാൻ സാധിക്കുക. അപ്പോൾ സെത്ത് എങ്ങനെ പരാജയപ്പെടുന്നു എന്നുള്ളത് നമുക്ക് മണി ഇൻ ദ ബാങ്കിൽ തന്നെ കണ്ടറിയാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.